വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗോപാലസ്വാമിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപാലസ്വാമിയുടെ മഹാസമാധി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം വെറും ഒരു സമാധി ആയിരുന്നെങ്കിലും ഇപ്പോൾ മഹാസമാധിയായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ആദ്യം വളരെ രഹസ്യമായിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ പരസ്യമായിട്ട് ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന് സമാധി നടത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ദുരൂഹതകളെല്ലാം ഒഴിഞ്ഞു മാറി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ശരിക്കും ദുരൂഹതകൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? തുടക്കം മുതലേ നമ്മൾ എന്തൊക്കെ സംശയങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ആ സംശയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവിക മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശ്വാസകോശ പരിശോധന റിപ്പോർട്ടും രാസപരിശോധന റിപ്പോർട്ടും ഇനിയും കിട്ടിയിട്ടില്ല. ഇത് കിട്ടാതെ എങ്ങനെയാണ് നമ്മൾ അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറയുന്നത്? ഓക്കെ, അദ്ദേഹത്തിന്റെ ബോഡിയിൽ മുറിവോ ചതവോ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചിട്ടുള്ളത് എന്നതിന് നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. തുടക്കം മുതലേ നമ്മൾ എന്തൊക്കെയാണോ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്, ആ സംശയങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം അച്ഛൻ മരിച്ചു എന്ന രീതിയിൽ ഫ്ലക്സ് അല്ലെങ്കിൽ പോസ്റ്ററുകൾ വെക്കുകയാണ്. ഈ ഫ്ലക്സ് അല്ലെങ്കിൽ പോസ്റ്റർ വെക്കണമെങ്കിൽ ഇവർക്ക് മുന്നേ കൂട്ടി അറിയാമായിരുന്നു ഇന്നടെ അച്ഛൻ സമാധിയാവും എന്നുള്ളത്. ഇത് മുന്നേ കൂട്ടി അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അന്നത്തെ ഡേ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്? ഇളയ മകൻ അച്ഛൻ സമാധിയായി എന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് മൂത്ത മകൻ വീട്ടിലേക്ക് വരുന്നത്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേനും അത് കൺഫേം ചെയ്യുന്നത് ഡോക്ടറാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കളെയും കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ കാണിക്കാനായിട്ട് വെക്കാറുണ്ട്. അതും ഇവിടെ നടന്നിട്ടില്ല. പെട്ടെന്നൊരു ദിവസം അച്ഛൻ മരിച്ചിട്ട് അവരെ കുഴിച്ചു മൂടിയതിനു ശേഷം സമാധിയായി എന്ന് വന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ ഒരു നോർമൽ ഡെത്തായിട്ട് കാണാൻ സാധിക്കില്ല. ഇതൊരു ദുരൂഹത നിറഞ്ഞ മരണമായിട്ട് മാത്രമേ അവർക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ നമുക്ക് ഒരിക്കലും തെറ്റു പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അവിടുത്തെ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട് ഈ ഗോപാലസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ കണ്ണ് കാണാൻ പറ്റാത്ത കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് നടന്നു പോയിട്ട് സമാധിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള സംശയങ്ങൾ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ബട്ട് ഇപ്പോൾ മഹാസമാധി നടത്തിയിട്ടുള്ളത് പോലെ നേരത്തെ തന്നെ ഇദ്ദേഹം സമാധിയാവാൻ പോകുന്നു എന്ന് വേണ്ടപ്പെട്ട ആളുകളെ അറിയിച്ചിട്ട് സന്യാസിമാരെയൊക്കെ കൊണ്ടുവന്ന് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ മകൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ സമാധിയുള്ള കർമ്മങ്ങൾ ഈ മകൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മകൻ മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ പാടുള്ളൂ, ഈ മകൻ മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ, സമാധി ആയതിനു ശേഷം മാത്രമേ ആളുകളെ ഇത് ഇൻഫോം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ അമ്മ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂല് ഈ അമ്മ ഈ സമാധിയുടെ കർമ്മങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും അമ്മ അദ്ദേഹത്തെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോഡിയിൽ ചൂടുണ്ടായിരുന്നു എന്നൊക്കെ ഈ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അമ്മ പറയുന്നതും ഈ മകൻ പറയുന്നതും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇത്രയധികം സംശയങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഈ സമാധി കർമ്മങ്ങൾ മകൻ മാത്രം ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയായിരുന്നല്ലോ അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പം ഈ മഹാസമാധി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടെ ഈ മകനാണോ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഒരുപാട് ആൾക്കാർ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സന്യാസിമാരും നാട്ടുകാരും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഈ മരണം കൺഫേം ചെയ്യാത്തത് ഡോക്ടേഴ്സ് അച്ഛനെ തൊടാൻ പാടില്ല എന്ന രീതിയിലാണ് മകൻ വാദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ഡോക്ടറല്ല, നിരവധി ഡോക്ടറാണ് ഇപ്പം ഇദ്ദേഹത്തിന്റെ ബോഡി കാണുകയും ടച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ ബോഡി കാണുകയും ടച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത്, ഈ ഒരു മഹാസമാധി നടക്കുന്ന സമയത്ത് അച്ഛന്റെ വാക്കിന് ഒരു വിലയും എന്തുകൊണ്ടാണ് മകൻ കൽപ്പിക്കാത്തത്? അതുപോലെ തന്നെ ആ ഒരു സമാധിയുടെ പവിത്രത ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് മകന് ഫീൽ ചെയ്യുന്നില്ലേ? അതൊക്കെ ഒന്ന് മകൻ വന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സമാധി എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാരുകൾ ഉണ്ടാവേണ്ടതുണ്ട്. സന്യാസിമാരും പല രീതിയിലുള്ള ആൾക്കാർ, മന്ത്രജപങ്ങള്, പൂജകള്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതൊന്നും ഇല്ലാതെ രഹസ്യമായിട്ട് ആരെ അറിയിക്കാതെ ഇവർ ചെയ്തത് കൊണ്ടാണ് ആളുകൾക്കിടയിൽ ഇത്തരം സംശയങ്ങളും ദുരൂഹതകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്ന സമയത്ത് അതിലെന്തായാലും പോലീസ് ഇടപെടുകയും അത് അന്വേഷിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ്. ഇപ്പൊ പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, സ്വാഭാവിക മരണമാണ് എന്നൊക്കെ പോലീസ് പറഞ്ഞാലും പോലീസ് ഇവരെല്ലാവരും കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവരാരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട്സ് ഒക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കുക. എന്നാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.